പ്രിയപ്പെട്ട ലക്കിയുടെ ഒരു കഥയാണ്. ലക്കിയുടെ കഥ എന്ന് പറഞ്ഞാൽ ലക്കി ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളത്. ലക്കിയുടെ ജനനം വന്നിട്ട് 2026 ഫെബ്രുവരി 4-ലാണ്. അപ്പോൾ ഫെബ്രുവരി 4 കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ മാർച്ച് മാസത്തിൽ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തു. സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടി ഇങ്ങനൊരു പട്ടിക്കുഞ്ഞുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാനെങ്കിൽ ഓൾറെഡി ഒരു പട്ടിക്കുഞ്ഞിനെ മേടിക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പട്ടിക്കുഞ്ഞിനെ വേണം, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണ്, നീ വന്നു കഴിഞ്ഞാൽ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ മേടിച്ചുകൊണ്ട് വെക്കണം പറഞ്ഞു. അപ്പോൾ എനിക്കത് വീഡിയോ അയച്ചു തന്നു. ഒരു പട്ടിക്കുഞ്ഞ് ഇതും വേറെ ഇതിൻ്റെ 2 സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരുള്ളതായിരുന്നു. 3 പേരുടെ വീഡിയോ അയച്ചു തന്നു. അപ്പോൾ എനിക്കിതിനകത്ത് ഇതിനിഷ്ടമായി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ അന്ന് വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് ഒരു 3:45 ആയപ്പോഴത്തേക്കും ആ ചേട്ടൻ്റെ വീട്ടിൽ പോയി പട്ടിക്കുഞ്ഞിനെ കണ്ടു. പട്ടിക്കുഞ്ഞിനെ കണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് ആദ്യം ഇടങ്ങുന്നുണ്ടായിരുന്നില്ല. ഇത് എനിക്കാണിതിനെ പിടിച്ചോണ്ട് വന്നു കുഞ്ഞു കൊച്ചിനെ എങ്ങനെ കൊണ്ടു നടക്കുക, അതുപോലെ ഞാൻ ഈ ചെറുക്കനെ കൊണ്ടു നടന്നത്. അയ്യോ, ഒരു ചെറുകുട്ടിയാട്ടോ. പിന്നെയാണ് എൻ്റെ ലൈഫ് ഭയങ്കര വികൃതിയായിരുന്നു. എന്താ പറയുക, ഇപ്പോഴും വികൃതിയൊക്കെ തന്നെ. ഭയങ്കര കുസൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതി. നമ്മളെന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, അവനത് വേണം. അങ്ങനെ ഭയങ്കര അത് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എൻ്റെ വീട്ടിലുള്ള പട്ടിക്കുഞ്ഞിന് ഇതിനെ കണ്ടുവിടാം. ഇത് എൻ്റെ അടുത്തിരിക്കണതും അങ്ങനെയൊന്നും ഇഷ്ടമില്ല. എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പുള്ളിക്കാരത്തി, അതൊരു പെൺപട്ടിയാട്ടോ, അവൾക്ക് ഇവനെ ഞാൻ എടുക്കണതും ഇവനെ കൊഞ്ചിക്കണതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് മിണ്ടാതെ കൊതുകുത്തി കയറിപ്പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെന്താ, പിന്നെ ഇവനാണെങ്കിൽ ഞാൻ കഴിക്കുന്ന എല്ലാം പുള്ളി കഴിക്കും. അപ്പം ഞാനിപ്പോൾ പഴം കഴിക്കുകയാണെങ്കിൽ പുള്ളി അത്, ഞാൻ പഴം കഴിക്കണം കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് വേണം, പുള്ളി അത് കഴിച്ചോളൂ. അങ്ങനെ ആകെ ഒരു എന്താ പറയുക, എനിക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞ കുറേ ദിവസങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെയും അവൻ കേരളത്തിലുമാണ്, ഞാൻ തമിഴ്നാട്ടിലും അവൻ കേരളത്തിലുമാണ്. ഇതിനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ്. അവിടെ ഒരു പട്ടിക്കുഞ്ഞുള്ളതുകൊണ്ട് ഇവനെ അവരുടെ കൂടെ ഇരുത്തിയേക്കണം. ആദ്യമൊക്കെ എൻ്റെ പട്ടിക്കുഞ്ഞിന് ഇവനോട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കുഴപ്പമില്ലാന്ന് തോന്നുന്നു, വലിയ കടിപിടിയൊന്നുമില്ല. അങ്ങനെ ഇവനെയും കൊണ്ട് ഒത്തിരി യാത്ര പോയിട്ടുണ്ട് ഞങ്ങൾ. അതായത് ഇവനെയും കൊണ്ട് മൂന്നാർ പോയിട്ടുണ്ട്, വട്ടവടയ്ക്ക് പോയിട്ടുണ്ട്, അങ്ങനെ കുറേ സ്ഥലത്ത് ഇവനെയും കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഞങ്ങളുടെ കൂടെ വരണം. അങ്ങനെ ഇടും. അപ്പം ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കാനായിട്ടുള്ള ലെസൺ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പേനയോ പെൻസിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്ക് അത് വേണം. അങ്ങനെ എല്ലാം വേണം. ഇടയ്ക്ക് ഓരോന്നൊക്കെ നശിപ്പിച്ച് ഇറക്കിയില്ല. ലക്കിക്ക് ഞാൻ ആദ്യം ഇട്ട പേര് സ്കൈ എന്നായിരുന്നു. സ്കൈ എന്ന് വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്കൈ ഒരു സുഖമില്ല, പിന്നെ സ്നോ എന്നാക്കി. അതിൻ്റെ ഒരു വൈറ്റ് കളർ അത് കണ്ടിട്ട് നല്ല എന്താ പറയുക, നല്ല പഞ്ഞിക്കെട്ട് പോലെയൊക്കെ ഇരിക്കുകയില്ല. അപ്പം ഞാൻ അവനെ സ്നോ എന്നാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സ്നോ എന്ന് വിളിക്കാൻ സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് അവസാനം ലക്കി എന്ന് പറഞ്ഞു. ലക്കി നല്ല പേരാന്ന് തോന്നി. അങ്ങനെ ലക്കി എന്ന പേര് അവന് കിട്ടി. ഇപ്പം ലക്കി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യമൊന്നും ലക്കി എന്ന് വിളിച്ച പുള്ളിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ വിളിച്ച് പുള്ളിക്ക് മനസ്സിലായി ആ പുള്ളിയുടെ പേര് ലക്കി എന്നാണ്. പിന്നെ ലക്കി എന്ന് വിളിക്കുമ്പോഴത്തേക്കും പുള്ളി എവിടെയാണെങ്കിലും ഓടി വരും. ലൈഫിലാകെ ഒരു ചേഞ്ച് കൊണ്ടുവന്ന മുതല. ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വീടെത്താൻ തോന്നും. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ 1 മാസത്തോളമായില്ല. അപ്പോൾ അതിൻ്റെ നല്ല മിസ്സിങ് ഒക്കെ ഉണ്ട് ചെറുക്കന്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.